എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികളുടെ പാഠപുസ്തകത്തിലെ മറ്റൊരു കഥ വായിക്കാം. ദ ഫാർമർ, കൃഷിക്കാരൻ. എ ഫാർമർ lived in a village which was near the palace. കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. He was hardworking and honest. അവൻ കഠിനാധ്വാനിയും സത്യസന്ധനുമായിരുന്നു. ബട്ട് ഹി കുഡിൻ ഏൺ മച്ച്. എന്നാൽ അവന് അധികം സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ, ഹി തോട്ട്. ഭാവിയിലേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതി വയ്ക്കണം, അവൻ ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. വർഷങ്ങളോളമുള്ള കഠിനാധ്വാനത്തിന് ശേഷം ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള പണം അവൻ സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. ഇത് എൻ്റേതാണ്, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം. ഹീ ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അവൻ ആ നാണയത്തിലേക്ക് നോക്കി. അതവൻ്റെ ഉള്ളം കൈയിലിരുന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. ഐ വിൽ കീപ്പ് ഇറ്റ് സംവേർ എൽസ്. ഞാൻ ഈ നാണയം എവിടെ സൂക്ഷിക്കും? വീട്ടിലിത് സുരക്ഷിതമല്ല, ഞാനിത് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും. ഒരു സുരക്ഷിത സ്ഥലം, എ സേഫ് പ്ലേസ്. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. കൃഷിക്കാരൻ കൊട്ടാരത്തിനടുത്തേക്ക് പോയി. ദർ വാസ് എ ഹ്യൂജ് വോൾ അറൗണ്ട് ഇറ്റ്. അതിനു ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നു. ഹീ ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വോൾ. മതിലിൽ ഇളകിയിരിക്കുന്ന ഒരു ഇഷ്ടിക അവൻ കണ്ടെത്തി. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ, ഹീ സെഡ് ടു ഹിംസെൽഫ്. എൻ്റെ നാണയം ഒളിപ്പിക്കാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥലം ഇതാണ്, അവൻ സ്വയം പറഞ്ഞു. ദ ഫാർമർ put his hand in his pocket and felt the coin. കൃഷിക്കാരൻ പോക്കറ്റിൽ കൈയിട്ട് നാണയം അവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തി. He tiptoed towards the wall and took the brick out. അവൻ ശബ്ദമുണ്ടാക്കാതെ നടന്ന് ആ ഇഷ്ടിക പുറത്തെടുത്തു. Tiptoed means കാലൊച്ച കേൾപ്പിക്കാതെ നടക്കുക. Carefully, he kept the gold coin in the gap and placed the brick back. ശ്രദ്ധയോടെ അവൻ ആ വിടവിൽ സ്വർണ്ണ നാണയം വയ്ക്കുകയും ഇഷ്ടിക പഴയപടി തിരിച്ചു വയ്ക്കുകയും ചെയ്തു. Be safe here, my dear coin. You are my life, he whispered. എൻ്റെ പ്രിയപ്പെട്ട നാണയമേ, നീ ഇവിടെ സുരക്ഷിതമായിരിക്കൂ. നീ എൻ്റെ ജീവനാണ്, അവൻ മന്ത്രിച്ചു. ഹി വോക്ക് ഹോം ഹാപ്പിലി. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. ദ ഡിസിഷൻ, തീരുമാനം. മന്ത് പാസ്റ്റ്. മാസങ്ങൾ കടന്നുപോയി. ഡം ഡം ഡം. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. കൃഷിക്കാരനും ഭാര്യയും ചെണ്ട കൊട്ടുന്ന ശബ്ദം കേട്ടു. ആൻ അനൗൺസ്മെന്റ് എക്കോഡ് ഇൻ ദ എയർ. ഒരു വിളംബരം വായുവിൽ മുഴങ്ങിക്കേട്ടു. ഓ, ഇറ്റ്സ് എ കാർണിവൽ. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ്. ഓ, അതൊരു ഉത്സവമാണ്, എനിക്കത് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ ഭാര്യ പറഞ്ഞു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാർമർ റിപ്ലൈഡ്. പക്ഷേ നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ, കൃഷിക്കാരൻ മറുപടി നൽകി. എവ്രി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, but your pocket are always empty, his wife said. എല്ലാ ദിവസവും നീ കുതിരയെപ്പോലെ പണിയെടുക്കുന്നു, പക്ഷേ നിന്റെ പോക്കറ്റ് എപ്പോഴും ശൂന്യമാണ്, ഭാര്യ പറഞ്ഞു. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. ഒരു വാക്കുപോലും മിണ്ടാതെ കൃഷിക്കാരൻ വീട്ടിൽ നിന്നിറങ്ങി. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ? അവൾ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്കെങ്ങനെ അവളെ ഉത്സവത്തിന് കൊണ്ടുപോകാൻ കഴിയും? ഹി വാസ് വെരി സാഡ്. സഡൻലി ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. അവൻ വളരെ ദുഃഖിതനായിരുന്നു.
പെട്ടെന്ന് അവൻ ആ സ്വർണ്ണനാണയത്തെക്കുറിച്ചോർത്തു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അത് തിരികെയെടുക്കാൻ അവൻ തീരുമാനിച്ചു. ബാക്ക് ടു ദ പാലസ്. വീണ്ടും കൊട്ടാരത്തിലേക്ക്. ദ ഫാർമർ ഹറീഡ് ടു ദ പാലസ്. കൃഷിക്കാരൻ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് പോയി. ആ, നോ സെക്യൂരിറ്റി ഗാർഡ് ഹിയർ. ആഹാ, ഇവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ ആരുമില്ല. ഹി മൂവ് ടുവേർഡ്സ് ദ വാൾ. അവൻ മതിലിനടുത്തേക്ക് നീങ്ങി. സഡൻലി ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. പെട്ടെന്ന് രാജാവ് ബാൽക്കണിയിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്. അവൻ ഭയന്നുപോയി. ഹൂ ഈസ് ദർ? എ ഗാർഡ് ഷൗട്ടഡ്. ആരാണവിടെ? ഒരു കാവൽക്കാരൻ വിളിച്ചു ചോദിച്ചു. ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. കൃഷിക്കാരൻ ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? ഹി വണ്ടേർഡ്. രാജാവ് അവനെ കണ്ടു. എന്തിനാണ് ആ മനുഷ്യൻ ഓടുന്നത്? അദ്ദേഹം അത്ഭുതപ്പെട്ടു. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ, ഹി ഓർഡേർഡ്. ആ മനുഷ്യനെ തടഞ്ഞു നിർത്തി ഉള്ളിലേക്ക് കൊണ്ടുവരൂ, അദ്ദേഹം ഉത്തരവിട്ടു. ദ സോൾജിയേഴ്സ് ചേസ് ദ ഫാർമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. ഭടന്മാർ കൃഷിക്കാരനെ പിന്തുടർന്ന് പിടികൂടുകയും രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അറ്റ് ദ റോയൽ കോർട്ട്. രാജസദസ്സിൽ. വൈ ഡിഡ് യു റൺ അവേ? ദ കിങ് ആസ്ക്ഡ്. നീ എന്തിനാണ് ഓടിയത്? രാജാവ് ചോദിച്ചു. ദ ഫാർമർ ലുക്ക്ഡ് ഡൗൺ. ഹി വാസ് ഷിവറിങ്. കൃഷിക്കാരൻ താഴേക്ക് നോക്കി. അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻഡ്? ദ കിങ് ആസ്ക്ഡ്. എന്താണ് സംഭവിച്ചത്? രാജാവ് ചോദിച്ചു. ദ ഫാർമർ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. കൃഷിക്കാരൻ കഥ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. ഓക്കെ, ഹി സെഡ്, ഐ വിൽ ഗീവ് യു അനദർ ഗോൾഡ് കോയിൻ. ഗോ ഹോം. രാജാവ് ഒരു തമാശ കാണിക്കാൻ തീരുമാനിച്ചു. ശരി, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് മറ്റൊരു സ്വർണ്ണ നാണയം തരാം. നീ വീട്ടിൽ പോയിക്കൊള്ളൂ. ദ ഓഫർ. വാഗ്ദാനം. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. കൃഷിക്കാരൻ ആശയക്കുഴപ്പത്തിലായി. ഐ ആം സോറി യുവർ മജസ്റ്റി. പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. ക്ഷമിക്കണം പ്രഭു, എൻ്റെ നാണയമെടുക്കാൻ എന്നെ ദയവായി അനുവദിക്കൂ. ഫോർഗെറ്റ് യുവർ കോയിൻ. ടേക്ക് 2 ഗോൾഡ് കോയിൻ ഇൻസ്റ്റെഡ്, ഓഫേർഡ് ദ കിങ്. നിന്റെ നാണയം മറന്നേക്കൂ, അതിനു പകരം 2 സ്വർണ്ണ നാണയങ്ങൾ എടുത്തോളൂ, രാജാവ് വാഗ്ദാനം ചെയ്തു. സോറി യുവർ മജസ്റ്റി. ദ ഫാർമർ റെഫ്യൂസ്ഡ്. ക്ഷമിക്കണം പ്രഭു, കൃഷിക്കാരൻ അത് നിരസിച്ചു. മൈ കോയിൻ ഈസ് സോ പ്രഷ്യസ് ടു മീ, ഹി സെഡ്. എൻ്റെ നാണയം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അവൻ പറഞ്ഞു. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. രാജാവ് വാഗ്ദാനം ചെയ്യുന്ന നാണയങ്ങളുടെ എണ്ണം കൂട്ടാൻ തുടങ്ങി. 10 കോയിൻസ്, 100 കോയിൻസ്, 1000 കോയിൻസ് ആൻഡ് സോ ഓൺ. 10 നാണയങ്ങൾ, 100 നാണയങ്ങൾ, 1000 നാണയങ്ങൾ, അങ്ങനെ തുടർന്നു. ബട്ട് ദ ഫാർമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. എന്നിട്ടും രാജാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ കൃഷിക്കാരൻ തയ്യാറായില്ല. എ ക്ലെവർ ഐഡിയ. ഒരു ബുദ്ധിപരമായ ആശയം. ഫോർഗെറ്റ് യുവർ കോയിൻ. ഐ വിൽ ഗീവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെഡ്. നിന്റെ നാണയം വിട്ടേക്കൂ, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം, രാജാവ് പറഞ്ഞു. വിച്ച് ഹാഫ് ഡു യു വാണ്ട്? യു ക്യാൻ ഡിസൈഡ്, ദ കിങ് കണ്ടിന്യൂഡ്. നിനക്ക് ഏതു പകുതിയാണ് വേണ്ടത്? നിനക്കു തീരുമാനിക്കാം, രാജാവ് തുടർന്നു. ദ ഫാർമർ തോട്ട് ഫോർ എ വൈൽ. കൃഷിക്കാരൻ അല്പനേരം ചിന്തിച്ചു. യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. തിരുമനസേ,
എൻ്റെ നാണയം സൂക്ഷിച്ചിരിക്കുന്ന ആ പകുതി ഭാഗം ഞാൻ എടുത്തോളാം. Then I will get my coin and give back your kingdom, he said. അപ്പോൾ എനിക്കെൻ്റെ നാണയം ലഭിക്കും, അങ്ങയുടെ രാജ്യം ഞാൻ തിരികെ നൽകുകയും ചെയ്യും, അവൻ പറഞ്ഞു. The king liked the farmer's idea. A smile appeared on his face. രാജാവിന് കൃഷിക്കാരൻ്റെ ആശയം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. I admire your hard work and honesty. You can take your coin along with my gift, the king said. നിന്റെ കഠിനാധ്വാനത്തെയും സത്യസന്ധതയെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ സമ്മാനത്തോടൊപ്പം നിനക്ക് നിന്റെ നാണയവും കൊണ്ടുപോകാം, രാജാവ് പറഞ്ഞു. The farmer was surprised to see the glittering gold coin. തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടുപോയി.